അതായത് കുറെ കൃത്യമായി, അതായത് ആകാശ് തില്ലങ്കേരി, ഈ അർജുൻ ആയങ്കിമാർക്ക് പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ് അല്ലേ? അല്ല, അത് ആദ്യഘട്ടത്തിൽ എന്തായാലും സഹായം ഉണ്ടാവുമല്ലോ. അവർക്ക് ഈ പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായി എല്ലാ ലീഡർഷിപ്പല്ല, പാർട്ടിയിൽ ചില ലീഡർഷിപ്പുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരതിനെ ദുരുപയോഗം ചെയ്തതാണ്. ആ ലീഡർഷിപ്പ് അതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ലേ. പക്ഷേ ഈ ടീം അതിനെ ദുരുപയോഗം ചെയ്തിട്ട് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത് കണ്ണൂർ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടി തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായാലും പാർട്ടിക്ക് നല്ലതാണ്. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. തീർച്ചയായും ഉണ്ട്. അതിന് സംശയം എന്താ? അത് നിങ്ങൾക്കറിയാത്ത കാര്യമാണ് എന്നോട് ചോദിക്കുന്നത്. നിങ്ങൾക്കാർക്കും അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല, അത് നമ്മുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. പലപ്പോഴും നമ്മളെ വ്യക്തിയെ സമൂഹം സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു പൊതു സാഹചര്യത്തിൽ ഈ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയ്ക്കകത്തുനിന്ന് നമുക്ക് ഒരു സന്തോഷം, നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് സ്വയം തോന്നുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അങ്ങനെ ഒരു തീരുമാനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് എന്തിനാണോ CPM മുമ്പ് പറഞ്ഞ പോലെ എന്തിനാണോ CPM-നൊപ്പം നിന്നത്, എന്ത് ആദർശത്തിൻ്റെ പേരിലാണോ, അത് പാർട്ടിയിൽ ഇല്ല എന്ന തിരിച്ചറിവാണ്. അതങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കാലം മാറുന്നതിനനുസരിച്ച് രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ മാറുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അതിനനുസരിച്ച് നവീകരിക്കപ്പെടണം. അങ്ങനെ ആകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതായത് പാർട്ടിക്കുള്ളിൽ പുഴുക്കുത്തുകൾ കൂടി വരികയാണ്. പാർട്ടി തന്നെ പറഞ്ഞാണ്. അത് പാർട്ടി തന്നെ കണ്ടെത്തിയ കാര്യമാണല്ലോ. അത് തിരുത്തണം എന്നാണ് പറയുന്നത്. തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തട്ടെ, നല്ലതാണ്. തിരുത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷമേ പാർട്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ തിരുത്തലും മാറും ഒക്കെ. ഈ പാർട്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് അത് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് അധികമൊന്നും തിരുത്താൻ കഴിയുന്ന ഒരു ശേഷി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇല്ല. അതെ, തിരുത്തുമെന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസമാണ്, ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. തീർച്ചയായും ഇനാക്റ്റീവായതിനു ശേഷമേ എല്ലാ നേതാക്കളെയും താങ്കളെ അറിയാത്ത നേതാക്കളൊന്നുമല്ല പിന്നീടുള്ള ഒരാൾ ആരും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അല്ല, പാർട്ടി ലീഡർഷിപ്പൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ അവരോട് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ഡിവൈഎഫ്ഐ പോലൊരു കേരളത്തിലല്ല ഇന്ത്യയിൽ CPM ഏറ്റവും ശക്തമായ ഘടകമുള്ള ഒരു ജില്ലയിൽ ഡിവൈഎഫ്ഐ ഇങ്ങനെയായി പോകുന്നതിൽ സങ്കടമുണ്ടോ? അല്ല, അതങ്ങനെ സങ്കടപ്പെടുന്നതിൽ ഒന്നും അർത്ഥമില്ലല്ലോ. നമ്മൾ നമ്മുടെ ഇമോഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമൊന്നുമല്ലല്ലോ ഇത് സ്വാഭാവികമായി ഈ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ള ഓരോ മാറ്റങ്ങളാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നന്നായി വരാം, കൂടുതൽ നന്നായി വരാം. ഒറ്റ കാര്യം കൂടി, നേരത്തെ പറഞ്ഞ പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്തിരുന്നു. അതായത് ഈ സോഷ്യൽ മീഡിയ ആൾക്കൂട്ടം അവർ ആ കാലത്ത് താങ്കളെ തുടർച്ചയായി ടാർഗറ്റ് ചെയ്തിരുന്നു. അത് ആരാണെന്നുള്ളതും വ്യക്തമാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇതിനകത്തു നിന്ന് തന്നെയുള്ള ആളുകൾ ഈ നിലയ്ക്ക് താങ്കളെ അറ്റാക്ക് ചെയ്യാനും സൈബർ അറ്റാക്ക് ചെയ്യാനും ഈ പറയുന്ന ലിഞ്ചിങ്ങിനും ഒക്കെ ഉള്ളൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്തൊരു കടന്നൽക്കൂട്ടം പോലെയാണത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നേരെ അക്രമം വരും. ഇപ്പം ഞാൻ തുടങ്ങിയപ്പം പറഞ്ഞല്ലോ, ഇപ്പം ചാനലുകളിൽ തെറ്റായ ഇത് സംബന്ധിച്ച് ഒട്ടും നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ ഒട്ടും അടിസ്ഥാനപരമല്ലാതെ 1-2 ചാനലുകൾ വാർത്ത വന്നല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഒഴിവായതും സംബന്ധിച്ചും ഇതെല്ലാം സംബന്ധിച്ചു. പക്ഷേ അത് ഈ പറഞ്ഞ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്ന്, സോഴ്സിൽ നിന്ന് നമ്മളോട് വളരെ സ്നേഹമുള്ള ആളുകൾ കൊടുത്ത വിവരമാണത്. ഇങ്ങനെ ഇദ്ദേഹം ഒഴിവായിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വാർത്ത കൊടുക്കാം, അത് വേണമെങ്കിൽ ഇങ്ങനെ എരിവും പുളിയും ചേർത്ത് വാർത്ത കൊടുക്കുക എന്നുള്ളത് അങ്ങനെ കൊടുക്കുന്നതാണല്ലോ. അതിനകത്ത് എന്താ സംശയമുള്ള കാര്യം? അതിനും നമ്മൾ കീഴ്പ്പെട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചുകൂടെ ഫ്രാങ്കായിട്ട് ചോദിക്കാൻ പറ്റും. അതായത് അർജുനായെങ്കിൽ മനുവിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, മനുവിനെ അപമാനിച്ചുകൊണ്ട്, അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്. അവിടെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ പേര് തന്നെ പറയുന്നത് താല്പര്യമില്ല. ഞാൻ ഈ ആളുകളുടെ പേര് ഒരിക്കലും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ സംസാരിച്ചിടത്തൊന്നും ഈ പറഞ്ഞ ആളുകളെ പേര് ഉപയോഗിച്ചു. കാരണം എന്തിനാണ് നമ്മളവരെ ആളാക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചല്ല ഈ വിഷയമുള്ളത്. ഇതൊരു പൊതു നിലപാടിൻ്റെ വിഷയം പാർട്ടിക്കകത്ത് എടുക്കേണ്ടതാണ്. പാർട്ടി ആ കാര്യത്തിനകത്ത് നിലപാട് എടുത്തിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ഇതിനെ വിഴുങ്ങാൻ മാത്രം അവർ വളർന്നിരുന്നു. ഏറ്റവും അവസാനം പാർട്ടി അത് തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ പാർട്ടിക്ക് ഗുണകരമായിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ ഈ ആദ്യത്തെ ഒരു വലിയ ഘട്ടം, ഈ പാർട്ടി ആകെ ഗ്രസിച്ച് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത് പറഞ്ഞ് നമ്മളൊക്കെ ബലിയാടുകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അർജുനെയും ആകാശ അടക്കമുള്ള ടീമിനെ പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ അവരെ സഹായിച്ച ആളുകളുണ്ടോ, നേതാക്കളുണ്ടോ കണ്ണൂരിൽ? തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കില്ല അവരങ്ങനെ ആയിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഉള്ള കാര്യം എന്തിനും ഇല്ലയെന്ന് പറയുന്നു, അതെന്തായാലും ഉണ്ടാവും.
ഇല്ല ഞാൻ അങ്ങനെ ഒതുക്കുക, ഞാൻ സ്വയം ഈ കാര്യങ്ങൾ കൊണ്ട് അങ്ങ് ഒതുങ്ങിയതാണ്, സ്വയം ഈ ഒതുങ്ങിയതാണ്. സോഷ്യൽ മീഡിയ സംഘങ്ങളെ ചില നേതാക്കളെയൊക്കെ പാർട്ടിയുടെ സ്വത്തല്ലാതെ അവരുടെ സ്വത്താക്കി നടക്കുന്നു എന്ന് മുമ്പ് താങ്കൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഉണ്ടോ അത്? എങ്ങനെ? ചില നേതാക്കളെയൊക്കെ ഈ സോഷ്യൽ മീഡിയ സംഘങ്ങൾ, ആ ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങൾ അവരുടെ ആള് അതാ അങ്ങനെ ചില ആളുകൾ അവരുടെ ആളുകളായിട്ട് അവരിങ്ങനെ സ്വയം പ്രതീക്ഷിച്ചിരുന്നു, അതൊക്കെ ഇപ്പോൾ പോയില്ലേ ഇനി. അവരും പോയി നേതാക്കൾ. അതെ അതെ അതെ. പിന്നെ ഇപ്പോൾ താങ്കൾ ഈ ഷാജറിനെതിരെ കൊട്ടേഷൻ ബന്ധം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ബന്ധം എന്ന് ആലോചിക്കുമ്പോൾ അതേ ഷാജർ തന്നെ തില്ലങ്കേരിയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു ആകാശ് തില്ലങ്കേരിക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തി. അപ്പോൾ അങ്ങനെ ബന്ധമുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു വിമർശനത്തിൽ നിൽക്കുമോ? രാഷ്ട്രീയ പ്രവർത്തനമല്ലേ. ലീഡർഷിപ്പിനെ മൊത്തം വിട്ടേക്കൂ. അതിൽ നിന്ന് ഇവരുമായിട്ടുള്ള ബന്ധം മാത്രമല്ല മറ്റു പല നേട്ടങ്ങളും ഉണ്ടാക്കിയവരുമുണ്ട്. ബിസിനസ് പാർട്ട്നേഴ്സ് ആ രീതിയിൽ എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അത് ആ കാര്യങ്ങൾ നമ്മൾ പാർട്ടി സംഘടനയെ ബാധിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ, അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പാർട്ടി മാറി പുതിയ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ആലോചന? അങ്ങനെ ഒരു ആലോചനയില്ല. കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ തുടരാം. തീർച്ചയായും ഞാൻ എല്ലാ കാലത്തും ലെഫ്റ്റ് ആയിരിക്കും. മനുഷ്യൻ്റെ പക്ഷമാണല്ലോ, അതുകൊണ്ട് ലെഫ്റ്റ് ആയിരിക്കും. പാർട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ? ഒരു കാരണവശാലില്ല, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, പാർട്ടി പ്രവർത്തിക്കട്ടെ, പാർട്ടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട പാർട്ടിയാണ്. അതിന് തെറ്റുപറ്റുന്നത് തിരുത്തുന്നുണ്ട് നല്ലത്, സമൂഹത്തിന് നല്ലത്. നമ്മുടെ നിലപാടുകളുമായിട്ട് നമ്മൾ തുടരും. നമ്മുടെ നിലപാടായിട്ട് നമ്മൾ തുടരും. പിന്നെ എന്താ സംശയം? ഇല്ലില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇതുപോലെ കണ്ണൂർ പോലത്തെ ഒരു പാർട്ടി ഘടകത്തിനകത്ത് വന്നിട്ട് ഞാൻ പിന്നെ പോയിട്ട് പിന്നെ തിരിച്ചു വരിയത് എന്താ? പാർക്കൊന്നുമല്ലല്ലോ. ഒരു ചെറിയ ധൈര്യമൊന്നുമല്ലല്ലോ അല്ല, അത് നിലപാടുണ്ടെങ്കിൽ, വ്യക്തിപരമായ നിലപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഈ തീരുമാനം എടുക്കുന്നതിന് ഒരു പ്രയാസമില്ല. നിലപാടില്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കാം. ഈ ജില്ലയെക്കുറിച്ചും ഈ പാർട്ടിയെക്കുറിച്ചും ഇതിലെ ആളുകളെക്കുറിച്ചും ഒക്കെ നല്ല ധാരണയും ബോധ്യവും, അത് കൂടാതെ ഇത് പുറത്തു നിൽക്കുന്ന ക്രിമിനൽ സംഘങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുള്ള അയ്യോ, അങ്ങനത്തെ ഒരു ബോധ്യമൊക്കെ കുറവില്ല. അതിനകത്ത് നിൽക്കുമ്പോഴും എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിൽക്കാത്തപ്പോൾ ബോധ്യമുണ്ട്. മൊത്തം എത്ര വർഷം പ്രവർത്തിച്ചു? ഞാൻ ഒരു 25 വർഷത്തോളം, പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിട്ട് 24 വർഷമായിട്ടായി. ഈ കണ്ണൂരിലെ ഇന്നത്തെ പാർട്ടി പ്രസിഡന്റിനെ പുറത്താക്കിയത്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റിനെ പാർട്ടി ആധിപത്യം പുതുക്കാത്തതിന് പുറത്താക്കിയത് DYFI ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹം പാർട്ടിക്കെതിരെ കുറച്ച് ആരോപണങ്ങളിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പാർട്ടി ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടൊക്കെ അഫിലിയേറ്റഡ് ആണെന്നുള്ള രീതിയിൽ ഈ ആരോപണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് മറുപടി ഞാൻ പറയേണ്ട കാര്യമില്ല. അതല്ല കേൾക്കുന്നത്. അത് സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൊടുത്തൊരു പരാതിയെ സംബന്ധിച്ചിട്ടാണ് ഞാൻ വാർത്ത കണ്ടത്. അത് അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി പ്രതികരിക്കും, ഞാൻ പ്രതികരിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വെറുതെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും യഥാർത്ഥ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും എല്ലാം ബാധിക്കുന്ന ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചു വിടാനും ദയവായി ശ്രമിക്കരുത്. പറയട്ടെ. നിങ്ങൾ അനാവശ്യമായ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല. നിങ്ങളിത് സംബന്ധിച്ച് ക്ലാരിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ച് CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മറുപടി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് പറയും. അത്ര പ്രാധാന്യമേ അതിൽ കാണുന്നുള്ളൂ, മറ്റൊന്നും കാണുന്നില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി അല്ല, അത്ര പ്രാധാന്യമേ അതിൽ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അല്ലല്ലോ. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അത് സംബന്ധിച്ച് പറയട്ടെ. അല്ല, DYFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാനത് ഇപ്പോൾ പ്രതികരിക്കേണ്ട യാതൊരു പ്രാധാന്യവും ആരോപണത്തിൽ ഞാൻ കാണുന്നില്ല. അത് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി പറയേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം അത് മറുപടി പറയും. അത്ര പ്രാധാന്യമേ ഉള്ളൂ. നിങ്ങൾ DYFI-യെ സംബന്ധിച്ചും DYFI-യുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായി ഈ നാടിനറിയാം. അത് വളരെ ആത്മാർപ്പണത്തോടുകൂടി, വളരെ ആത്മസമർപ്പണത്തോടുകൂടി നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ത്യാഗനിർഭരമായ പ്രവർത്തനത്തിൻ്റെയും എല്ലാം ഒരിടമാണ് DYFI. എത്രയോ സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ KPCC-യുടെ അധ്യക്ഷൻ പോലും DYFI-യെ മാതൃകയാക്കണം വിവിധ കാര്യങ്ങളിൽ, ഞങ്ങളുടെ വിവിധ ക്യാമ്പയിനുകളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് DYFI-ക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പോറൽപ്പിക്കാൻ നിങ്ങളാരും ശ്രമിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് ജനങ്ങളിലും കേരളത്തിലെ ലക്ഷോപലക്ഷം യുവജനങ്ങളിലും വലിയ വിശ്വാസമാണുള്ളത്. അവർക്ക് ഞങ്ങളിലും വിശ്വാസമാണ്. അല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ പരാതിയും ആക്ഷേപവും ആർക്കും ഉന്നയിക്കാമല്ലോ. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല. DYFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അഖിലേന്ത്യാ നേതൃത്വം
മറുപടി പറയേണ്ട ഒരു വിഷയമല്ല അത് സംബന്ധിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും അത് അവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഞാനത് മറുപടി പറയേണ്ട കാര്യമില്ല. ഞാനത് മറുപടി പറയേണ്ട കാര്യമില്ല. തീർന്നില്ല സാർ. ഞാൻ മറുപടി ഒരു കാര്യത്തിൽക്ക് ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊക്കെ ചുറ്റും കാണിക്കട്ടെ. പിന്നെ നിങ്ങൾ അതിന്മേൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അല്ല. ഞാൻ ചോദിച്ചോട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിലവിലിപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അത് മറുപടി പറയേണ്ട ഒരു ഘട്ടം വന്നാൽ അപ്പോൾ മറുപടി പറഞ്ഞോളാം. അപ്പോൾ നിങ്ങളെ വിളിക്കാം. നിങ്ങളിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതിന്മേൽ വേണ്ടി ചോദിക്കുന്നത് എത്ര അനൗചിത്യാണ്.